ഹലോ ഡിയേഴ്സ്, നമ്മൾ ഏപ്രിൽ 19 മൂകാംബികയ്ക്ക് പോയിരുന്നു കേട്ടോ. ട്രെയിനിലാണ് പോയത്. കുട്ടികൾക്ക് അവിടെ വെച്ചിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റേജിൽ കയറാൻ ഒരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുരുവായൂർ വെച്ചിട്ട് അവരുടെ അരങ്ങേറ്റം കഴിഞ്ഞതാണ്. എന്നാലും ഡാൻസ് ക്ലാസ്സിൽ നിന്ന് എല്ലാ കുട്ടികളും കൂടെ പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ അമ്മമാർക്കും ചെറിയൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് സ്റ്റേജിൽ കയറാനുള്ള. നമ്മളിതാ ട്രെയിനിലാണ് പോയത്. ബൈണ്ടൂരിൽ നിന്ന് വാനിലാണ് കേട്ടോ മൂകാംബികയ്ക്ക് പോയത്. മൂകാംബികയിലെത്തി റൂമിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ വൈകിട്ട് തന്നെ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലൊക്കെ വന്നു തൊഴുതു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അമ്പലത്തിൽ. മൂകാംബിക അവിടെ കാല് കുത്തിയപ്പോഴന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായത്. എന്താ വെച്ചാൽ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു മൂകാംബികയിൽ പോകണം എന്നുള്ളത്. അത് ദേവി സാധിച്ചു തന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. ദേവി വിളിക്കുമ്പോഴേ മൂകാംബികയിൽ എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ കേൾക്കാമല്ലോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ദേവി വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഞങ്ങളവിടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഗീ റോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അവിടുത്തെ ചോറൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രാവിലെയും നമ്മൾ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെ 19 പോയ അന്ന് രാത്രി തൊഴുതു. 20 രാവിലെയും നമ്മൾ കയറി തൊഴുതു കേട്ടോ. എല്ലാവരും സെറ്റും മുണ്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 5 പേരും വളയൊക്കെ ഇട്ടിട്ടുള്ള ഷോ ഓഫാണ് കാണുന്നത് കേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്തു. എന്താ പറയുക, മനസ്സിന് അത്രയും സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു കേട്ടോ. ഇപ്പോഴും അവിടേക്ക് പോകാനിങ്ങനെ മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഫോട്ടോ എടുത്തു. പിന്നെ ആണെങ്കിൽ എടുത്ത ഫോട്ടോസൊക്കെ ഇഷ്ടമായി. ഇതുവരെ എനിക്ക് എടുത്തതിലും ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ മൂകാംബികയിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ്. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ടുള്ള ഒരു നല്ല ഒരു ഐശ്വര്യം തോന്നിയിട്ടാണ്. ഇതവിടെ ഒരു ചെറിയ പശുവുണ്ട്, അതിൻ്റെ ഒരു കുട്ടിയുണ്ട് കേട്ടോ. ചെറുത് മീൻസ് നല്ല തടിയൊക്കെ ഉണ്ട്, പക്ഷെ ഉയരമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെയും ചെറിയൊരു ഡാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് മേക്കപ്പ് ഇടുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് പണ്ട് കുട്ടിക്കാലം തൊട്ട് തന്നെ ആഗ്രഹം ഉണ്ടാവും ഒട്ടുമിക്ക പേർക്കും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാമെന്നോ ഒക്കെ. എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും അന്ന് നടന്നിട്ടില്ല. ഇപ്പോൾ ചെറിയൊരു അവസരം കിട്ടിയപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. കളിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ വലിയ ഡാൻസൊന്നുമല്ല, ചെറിയ ഡാൻസാണ്. ഐഗിരി നന്ദിനിയാണ്. പക്ഷേ ഈ ഒരു വേഷത്തിൽ നിൽക്കാനും ചിലങ്ക കെട്ടുക എന്നൊക്കെ പറഞ്ഞത് വലിയൊരു സ്വപ്നമായിരുന്നു. അതൊക്കെ സാധിച്ചു കേട്ടോ. അതൊക്കെ പരമാവധി വീഡിയോ എടുത്തിട്ടും മുതലാക്കിയിട്ടുണ്ടായിരുന്നു. ഡാൻസിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇതിലിടുന്നുണ്ട്. മുഴുവനായിട്ടൊന്നും അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്തതല്ല. നമ്മൾ ഇത്രയും വയസ്സൊക്കെ ആയിട്ട് പഠിച്ച് ചെയ്തതല്ലേ. ചെറിയൊരു ഡാൻസാണ്. കുട്ടികളും ടീച്ചറും കൂടെയുള്ള ചെറിയ റീൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആണെങ്കിൽ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ നല്ലൊരു കാഴ്ചയായി തോന്നിയത് എല്ലായിടത്തും ഫ്ലവർ സ്റ്റോളുണ്ട്. എന്തൊരു ഭംഗിയാണ് ഈ അവിടുത്തെ ഓരോ ഫ്ലവറുകൾ കാണാൻ. മുല്ലകൾ തന്നെ പല വിധമുണ്ട്. അത് കെട്ടിയതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ തന്നെ ആ ഫ്ലവർ സ്റ്റോളിൽ തന്നെ സാരി, ദേവിക്കുള്ള പട്ട് അതൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ ചെറിയ വീഡിയോ എടുത്തതാണ്. രാത്രി നമ്മൾ സൗപർണികയിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഇരുടായത് കാരണം, പിന്നെ മഴയുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുറേ നേരം, വെള്ളം കുറവാണ് എന്നാലും കുറേ നേരം ഞങ്ങൾ അതിൽ കളിച്ചു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. അതായത് 19 നമ്മൾ അവിടെ എത്തിയത്. 19 20 21 നമ്മൾ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പോയി വാങ്ങാനുള്ള കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ, വളയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ വീണ്ടും അമ്പലത്തിൽ പോയി കുറേ തൊഴുതിട്ടുണ്ടായിരുന്നു. കുറേ നേരം അന്ന് വരുന്നന്ന് നമ്മൾ അമ്പലത്തിൽ ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോയിട്ടും നമ്മൾ ബാഗൊക്കെ അവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ ഉള്ളിൽ കയറി നെയ്വിളക്കൊക്കെ കത്തിച്ച് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം അവിടെയൊക്കെ തൊഴുതു നിന്ന് മനസ്സിനൊക്കെ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയായിരുന്നു കേട്ടോ. നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ലളിതാംബികയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റേഷനിലേക്ക് പോയി. അമ്പലത്തിൽ വന്നിട്ടാണ് ബാഗൊക്കെ എടുത്ത് അമ്പലത്തിൽ വെച്ച് ഒരുപാട് നേരം തൊഴുതിട്ടാണ് സ്റ്റേഷനിലേക്ക് പോയത് കേട്ടോ.